അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല, അസ്ന എന്ന ഒരു മാതാവ് തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ യഥാർത്ഥത്തിൽ പുറത്തുപോയി. ആ സംഭവത്തെക്കുറിച്ചൊരു വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ ആ പത്രത്തിലൊക്കെ വന്നിരുന്നു ആ വാർത്ത. യഥാർത്ഥത്തിൽ ആ വാർത്ത ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നതും പരിഭ്രമിപ്പിക്കുന്നതുമാണ്. ആ ഭർത്താവ് വല്ലാതെ പരിഭ്രമിച്ചതായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കുന്നതും മറ്റുള്ള അയൽവാസികളോട് സംസാരിക്കുന്നതുമൊക്കെ ഭയങ്കര വേദനാജനകവും പരിഭ്രമവുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ഒരു സ്ത്രീയുടെ വട്ടത്തു നിന്നുണ്ടാകുന്ന പാൾട്ട് പോലെ തന്നെ ഈ പുരുഷൻ്റെ വട്ടത്തു നിന്ന് 2 കൈകൾ കൂട്ടി മുട്ടിയാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ 2 ഇണയും തുണയും തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോവേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മദ്രസാ പാഠത്തിലൊക്കെ ഒരു പഠനമുണ്ട്, ഹുഖൂഖു സൗജൈൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പാഠമാണ്. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള കടമകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ റസൂല് അതിന് ഏറ്റവും വലിയ മാതൃകയായിട്ട് അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയത് നമുക്കൊക്കെ അറിയാം. ആ ഭാര്യമാരൊക്കെ ആ ഭർത്താവായ അഷ്റഫുൽ ഖൽക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇടപെടൽ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ ആ റസൂലുള്ളാഹിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹമോചനമാവാം. അതോടൊപ്പം നിങ്ങൾ നല്ല മത്താഹ് വാങ്ങിയിട്ട് പിരിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ആ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനാണ്. മാത്രമല്ല, അദ്ദേഹത്തോട് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ സാധാരണ രീതിയിൽ ചക്കുളത്തി പോലും നടത്തിക്കൂടാ. അതുകൊണ്ട് യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക. വിശുദ്ധ ഖുർആനിലെ തഹരീമിലെ ഒരു വചനമാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രവാചകരെ, നിങ്ങൾ അതോടൊപ്പം തന്നെ ഭാര്യമാർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അരുത്. എന്താ കാരണം? മഹദിയായ സൈനബിൻ്റെ അടുക്കലായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തേൻ കുടിച്ചു എന്നതാണ്. ആ തേൻ കുടിച്ച് ഇപ്പുറത്ത് വന്നു ഹഫ്സ, ആയിഷ തുടങ്ങിയിട്ടുള്ള ആ ഭാര്യമാർ പറഞ്ഞു, മഗാഫീർ വട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ മഗാഫീർ വട്ടിച്ചിട്ടില്ല, ഞാനത് വട്ടിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ, മഗാഫീർ നമ്മുടെയൊക്കെ നാട്ടിലെ ഉള്ളി പോലെയാണ്. അത് വട്ടിച്ചിട്ട് ഒരു മോശ സ്മെല്ലുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞ വചനത്തിൽ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഉള്ളി തിന്ന് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന പുകവലിച്ച് വരരുത് എന്ന് തന്നെ. ഇന്ന് കാണുന്ന പുകവലിക്കാരുടെയൊക്കെ അടുത്ത് നിന്ന് നമസ്കരിച്ചിട്ട് അതിൻ്റെ ദുരന്തം സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കിപ്പോൾ നിസ്കാരം തന്നെ വേണ്ട എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ മഗാഫീറിൻ്റെ ഭക്ഷണം ഞാൻ ഒരിക്കലും ഭക്ഷിക്കാറില്ല. ഇനി അങ്ങക്ക് അങ്ങനെ തോന്നിയതാണെങ്കിൽ മഗാഫീറിൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദോഷകരമായ സ്മെല്ലുണ്ടാക്കിയെങ്കിൽ ഞാനിനി അത് ഭക്ഷിക്കുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോഴാണ് പ്രവാചകരെ, ഭാര്യമാരുടെ തൃപ്തിയും അതൃപ്തിയും നോക്കിയിട്ടാണോ നിങ്ങൾ ഹലാലായ ഭക്ഷണത്തിൽ ഹറാമിനെയും ഹലാലിനെയും കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെ ആ ഭാര്യമാരുടെ വിധങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, 2 പക്ഷത്തു നിന്നും ആ റസൂലുള്ളാഹിൻ്റെ ആ മാതൃകയാണ് നമുക്കുള്ളത്. ആ ആയിഷ ബീവിയുമായിട്ടൊക്കെ നബിതങ്ങൾ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഭാര്യമാരോടൊക്കെ കൂടി ടൂർ പോവാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പേരക്കുട്ടികളോട് ചാടിക്കളിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കുന്തപ്പയറ്റിന് വളരെ അങ്ങകലയുള്ള ഒരു കുന്തപ്പയറ്റ് കാണാൻ വേണ്ടി ആയിഷ ബീവിയോടൊപ്പം പോവുകയും എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ഈ വലതു തോളത്തുകൂടെ അവിടെ നിന്ന് തലയിട്ട് ആ കുന്തപ്പയറ്റ് കാണുന്നതും ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമായിട്ടാണ്. അപ്പം നമ്മുടെ ഭർത്താവിനും ചില ബാധ്യതകളുണ്ട്. ഞാൻ അസ്ന എന്ന പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നത് വെറുതെ ഒരു പെണ്ണ് ഒളിച്ചോടി പോവുകയില്ല. ഒരു ഭർത്താവിൻ്റെ നല്ല പെരുമാറ്റവും നല്ല സുരക്ഷിതത്വ ബോധവും ഇതൊക്കെ കിട്ടിയാൽ 2 കുട്ടികളുണ്ടായല്ലോ ഈ പെണ്ണിന്. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ലൈംഗികമായ ബന്ധപ്പെടലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പണ്ടത്തെ ആളുകൾ ലൈംഗികമായി ഗൾഫിൽ 3 കൊല്ലം 4 കൊല്ലമൊക്കെ നിൽക്കുമ്പോൾ അവർ ഉടനെ ചാടിപ്പോണുണ്ടോ? പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. എനിക്ക് എൻ്റെ ഭർത്താവ് സുരക്ഷിതത്വം നൽകുന്നു, എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അഭിമാനിക്കുന്നു. നോക്കണം, ഇതൊക്കെ വേണം. എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ താങ്ക് യു പറയണം ഇടയ്ക്കൊക്കെ. അതുപോലെ തന്നെ കടന്നു ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും അവിടെ പറയണം. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ ഭക്ഷണത്തെക്കുറിച്ച് കുറ്റം പറയാത്തതുപോലെ തന്നെ നമ്മളാരും കുറ്റം പറഞ്ഞുകൂടെ. നമ്മുടെ മുമ്പിൽ
വളരെ വെളിപ്പെട്ട് നേരത്തെ എഴുന്നേറ്റ് നിന്ന് ദോശ പൊട്ടുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുമ്പാകത്ത് കൊണ്ടുവന്ന് വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഉപ്പേറിയിരിക്കുന്നു, ഇത് കൈപ്പേറിയിരിക്കുന്നു, ഇത് പുകാളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാളോടാണോ ഞാൻ ഇന്നിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എത്ര കാലമായി രാവിലെ ഈ അടുക്കളയിലേക്ക് കയറിയാൽ പിന്നെ രാത്രി 10 മണി വരെ ഞാൻ ഇത് തന്നെ പണി, പിന്നെ അതിൽ ഇടയ്ക്കൊക്കെ പെറ്റുകൂട്ടലും, എനിക്ക് എന്തു ജീവിതമാണ് തന്നിട്ടുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയും ചിന്തിക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇടയ്ക്കൊക്കെ ഒരു സ്വൈരത കൊടുക്കണം, സന്തോഷം കൊടുക്കണം, അംഗീകാരം കൊടുക്കണം, സുരക്ഷിതത്വ ബോധം കൊടുക്കണം. എന്തെങ്കിലും പഴയ ആളുകൾ നോക്കണോ, എന്തെങ്കിലും ചെറിയ അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ സാരമില്ല, നല്ല വാക്ക് പറഞ്ഞ് സാരമില്ല, മോളിന്ന് അവിടെ കിടന്നോളി, ഇന്ന് ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇന്ന് ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള സുരക്ഷിതത്വ ബോധം കേവലം ഒരു ലൈംഗികത മാത്രമല്ല ഇന്ന് ചാടിപ്പോക്കിൻ്റെ അർത്ഥം. മറിച്ച് എൻ്റെ ഭാര്യ അവളുടെ ഇതൊക്കെ പൂട്ടിയിട്ട് പോരാനൊന്നും പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അവൾക്ക് കാറ് വാങ്ങിയിട്ട് ഇന്നോവ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഒരു ശ്രീയാരിയെ ഡ്രൈവറാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ അതുകൊണ്ട് അവൾ ചാടാതിരിക്കില്ല. അവളുടെ സെക്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ സെക്സ് ചെയ്ത് കൊടുത്താലും പോരാ, അതിനൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചില മുറകളുണ്ട്. അംഗീകരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, വിശ്വസിക്കണം, എല്ലാം വേണം. അതിലൊക്കെ പരമതുല്യമായ ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് നമ്മൾ സോഡിയം കുറഞ്ഞാൽ ചികിത്സ, നൈട്രജൻ കുറഞ്ഞാൽ ചികിത്സ, ഓക്സിജൻ കുറഞ്ഞാൽ ചികിത്സ, അതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെയാണോ നമ്മൾ പൊട്ടാഷ്യം കുറഞ്ഞാൽ ചികിത്സ. അപ്പോൾ എല്ലാം അതിൻ്റെ ഘടനാത്മകമായി തുല്യമായ ഘടനയിലൂടെ തന്നെ സഞ്ചരിക്കണം. അപ്പോഴാണ് സ്ത്രീ പുരുഷന്മാർ വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ ഘടകങ്ങളാണ് ഇതൊക്കെ. ആ ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളും ഒത്തുപോയാൽ ഈ പറയുന്ന ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമാക്കി മാറ്റാൻ കഴിയും. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു? വളാഞ്ചേരിയിൽ നിന്ന് പിതാവിനായിട്ട് ഭർത്താവുമായിട്ട് അലോക്യത്തിൽ വന്നു, എന്തോ ചെറിയ പ്രശ്നം. കാരണം വലിയ പ്രശ്നമൊന്നും ആണെങ്കിൽ ആദ്യം തന്നെ അവൾ വിവാഹമോചനം ചെയ്യുമായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അവൾ പോയിരുന്നത് ഇതുവരെയും ചെറിയ ചെറിയ പ്രശ്നവുമായി അവളുടെ സ്വന്തം വീട്ടിലേക്കാണ്. ഇപ്രാവശ്യം അവൾ അതിന് വിരുദ്ധമായി മറ്റൊരു കാര്യം ചെയ്തു. എന്താ അവൾ ചെയ്തത്? അവളുടെ വീട്ടിലെത്തിയിട്ടില്ല, അയാൾ പരിഭ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ഇവിടെ കൊല്ലത്തേക്ക് പോയി, ട്രെയിൻ അഥവാ റെയിൽവേയിലെത്തി ആ 2 കുഞ്ഞുങ്ങളുമായിട്ട്. എന്നിട്ട് അവളവിടെ അലക്ഷ്യമായിട്ട് പോയി ഗാന്ധി ഭവനിലെത്തി. ഈ ലക്ഷ്യത്തോടെയാണോ ആരോടെ ഇങ്ങോട്ട് പോയി, ഞങ്ങൾ സുരക്ഷിതത്വം തരാം, ഞങ്ങൾ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് അകലെ ആരെങ്കിലും വിളിച്ചു വരുത്തി? ഇതൊക്കെ നമ്മളെ ഊഹങ്ങളാട്ടോ. ഞാൻ പറയുന്നത് ഈ ഊഹങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈ പെൺകൊച്ചാണ്. സത്യത്തിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇരുവശങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നിപ്പോൾ എന്തായി? ഈ ഇരുവശങ്ങളും പരിശോധിച്ച് ഇവളുടെ പറ്റത്ത് ഫാൾട്ടില്ല എന്ന് ബോധ്യമായാൽ പോലും സമൂഹം ഇവളെ എന്നും കുറ്റക്കാരിയായിട്ട് കാണും. അപ്പോൾ അതൊക്കെ തുടക്കമിട്ടത് അവളാണ്. അവൾ ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നു, അതാണ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നു? ഇപ്പോഴത്തെ ഞാൻ പറയുന്ന വിലയിരുത്തലുകൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഗാന്ധി ഭവനിൽ വന്നോ വന്നില്ലേ ഇതൊന്നും നമുക്കറിയില്ല. ഇനി അയാൾ തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടോ അതും നമുക്കറിയില്ല. ഇനി അവളെ കാലാകാലം അയാൾ സംശയിച്ചു കൊണ്ടിരിക്കുമോ അതും അറിയില്ല. ഇനി അവർ തമ്മിലുള്ള വിടവുകൾ ഒന്നുകൂടെ വർദ്ധിക്കുമോ അതും അറിയില്ല. സ്വാഭാവികമായിട്ടും അവളെ സംബന്ധിച്ചുള്ള അയാളുടെ ധാരണയ്ക്ക് കൂടുതൽ മറ്റു പല ധാരണകൾക്കും അയാൾക്ക് കരുത്തേകി, കുറേ സംശയങ്ങൾക്ക് കരുത്തേകി. നോക്കണം. അതോടൊപ്പം തന്നെ അവൾക്കാവട്ടെ സ്വാഭാവികമായിട്ടും ഇയാളോട് എന്തായി? ഒരു തരം വെറുപ്പായി, അല്ലേ? എല്ലാം സംഭവിച്ചു. ഇനി അതല്ല, അയാൾ സ്വാഭാവികമായിട്ടും ഇനി ഇവൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളും അനാഥമായി. അവളുടെയും അവളുടെ മാതാപിതാക്കളുടെയും കണ്ണീര് കാണേണ്ട അവസ്ഥ പിന്നെ വന്നു. ഇനി അയാളോ വേറൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന നൂലാമാലകൾ അപ്പുറത്തും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇത് ആകെ എന്തായി? അടിയിളകിയിരിക്കുന്നു. അതാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള പൊരുത്തക്കേടുകൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് മാത്രം വിവാഹം ചെയ്യേണ്ടതുള്ളൂ. അതാണ് വിവാഹ പാഠം. ഒരു വലിയ പാഠമാണ്. മാതാപിതാക്കളാണ് അവർക്ക് അതിന് പെൺകുട്ടികൾക്ക് പ്രത്യേകം പാഠം കൊടുക്കേണ്ടത്. പുരുഷനുക്കും നല്ല അധ്യാപനങ്ങൾ കിട്ടേണ്ടതുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കൗൺസിലിംഗ് അല്ല, അയാൾക്ക് മതപരമായ ബോധ്യം തന്നെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ഭാര്യയോട് എങ്ങനെ പറയണം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് പ്രവാചകരെ ഭാര്യമാരോട് പെരുമാറേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹൈറുക്കും 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 തലാതമറ, 3 തവണയാണ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും നല്ല നിലയിലാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത്. അതാണ് ഹൈറുക്കും സൂറ ഇലാ നിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് നന്നായിട്ട് പെരുമാറണം. ഇനിയിപ്പോൾ ഭാര്യമാരോട് ആ കഥ റസൂലുള്ളാഹിൻ്റെ കഥ ഒക്കെ കൂടെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ കൂടുതൽ ഈ എന്താ പറയുക, എൻ്റെ ഈ വ്ളോഗ് വളരെ ദൈർഘ്യമുള്ളതായി മാറും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് തുടർ വീഡിയോകളിൽ അത് സന്ദർഭോചിതമായി പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നത് വരെ
നിങ്ങൾക്ക് നന്ദി.